കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരുവിധ സംശയവും വേണ്ട. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഒരു പ്രാദേശിക പ്രശ്നത്തിൽ അരുതാത്തതുണ്ടായതിൽ സ്വാഭാവിക പ്രതികരണം വിട്ട് ബോധപൂർവമായ ആക്രമണത്തിലേക്ക് നാടിനെ തിരിക്കുന്നത് ഭൂഷണമാണോ? മുഖ്യമന്ത്രിയെ കൊലവിളിച്ചും മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് പരസ്യമായി കൊലവിളിച്ചും അറിവിന്റെ അക്ഷരത്താളുകൾ കത്തിച്ചും കേരളത്തെ കൊലക്കളമാക്കുന്നത് ഭൂഷണമാണോ? ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ വൈര്യം ചേർത്ത് പൊരുതിയിരുന്ന ഒരു കൂട്ടരെ പുറത്തേക്ക് തിരിക്കാനായി എന്നത് കോൺഗ്രസിന്റെ നേട്ടമാകാം. പക്ഷേ അതിന്റെ വില കൊടുക്കാൻ ഈ നാടിന് വയ്യ. അങ്ങ് മുകൾ മുതൽ താഴ്വാരം വരെ, തെരുവീഥി മുതൽ ഫേസ്ബുക്ക് വരെ കതറിട്ടവർ അഴിഞ്ഞാടുകയാണ്. ഇതിന്റെയൊക്കെ മറവിൽ കാർട്ടൂൺ കടത്തിവിട്ട മനസ്സ് ഒട്ടും പച്ചക്കറിയല്ല എന്ന് തിരിച്ചറിയാൻ വിവേകമുണ്ട് കേരളത്തിന്. കൊലവിളി നടത്തിയതല്ലെന്നും പൊറുത്തതാണെന്നും അതാണ് ഉറക്കെ പറഞ്ഞതെന്നും VPP മുസ്തഫ പറഞ്ഞതാണ്. പറഞ്ഞിട്ടും ബോധ്യമായില്ലേൽ കാർട്ടൂണിൽ വിമർശിക്കാം. പക്ഷേ എങ്ങനെ ജെയ്ഷെ മുഹമ്മദ് കടന്നു വന്നു? കാർട്ടൂൺ മറവിലെ മനസ്സ് ജൈന തീവ്രവാദിയിലേക്കോ LTTയിലേക്കോ തിരിഞ്ഞില്ല എന്നത് യാദൃശ്ചികമാണോ? ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യം സമകാലികം വിരൽ ചൂണ്ടുന്ന കേരള യാഥാർത്ഥ്യം. ന്യൂസ് ആൻഡ് വ്യൂസിൽ നിന്ന് ചർച്ചയ്ക്കെത്തുന്നത് കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്, CPIM നേതാവ് KV കുഞ്ഞിരാമൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരായി ഭാസുരേന്ദ്ര ബാബുവും ജേക്കബ് ജോർജുമാണ്. ആദ്യം ശ്രീ T സിദ്ദിഖിലേക്ക്. ശ്രീ സിദ്ദിഖ്, കേൾക്കാമോ? ശ്രീ KV കുഞ്ഞിരാമൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത് കേരളത്തിൽ പ്രാദേശികമായുണ്ടായ ഒരു സംഘർഷവും അതിനെ തുടർന്നുണ്ടായ കൊലപാതകവും കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാനാകാത്തതാണ്. അത് വിമർശിക്കേണ്ടതാണ്. ഭരിക്കുന്ന പാർട്ടിയും അതിന് ഉത്തരവാദിത്വപ്പെട്ടവരും ഒക്കെ വിമർശിക്കുകയും അതിന് ഉത്തരവാദിത്വപ്പെട്ടവരെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു ഘട്ടം. അതിനുശേഷം വ്യാപകമായ അക്രമം നടക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ കഴുത്തിന് നേരെ കത്തിവെക്കുമെന്ന ഭീഷണി യൂത്ത് കോൺഗ്രസ് മുഴക്കിയിരിക്കുകയാണ്. ഇന്നലെ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. ഇതിനൊക്കെ ധാർമ്മികമായും രാഷ്ട്രീയമായും ഒരു വശത്തെ ഉത്തരവാദിത്വം CPIMനുണ്ടോ? ഒരിക്കലുമില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിഷയങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുന്നതിൽ മാധ്യമങ്ങളും വളരെ പ്രകടമായ പക്ഷപാതിത്വം കാണിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ദാരുണമായ അപലപിക്കേണ്ട സംഭവം തന്നെയാണ്. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആ സംഭവത്തെ അപലപിക്കുകയും ആ സംഭവത്തിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, അവർക്കെതിരായി ശക്തമായ നടപടിയെടുക്കും എന്ന് പറയുകയും ചെയ്തതാണ്. ഇന്നലെ 22-ാം തീയതി കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ അപലപിക്കുകയും ഈ സംഭവത്തിൽ ആരെങ്കിലും പാർട്ടിക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടേക്ക് പോകും, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷപാതിത്വവുമില്ലാത്ത ക്രിമിനലുകളെ കണ്ടെത്തി ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്ന് വിശദീകരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമെന്നുള്ള നിലയിൽ രാഷ്ട്രീയമായ ലാക്കോടെ സജീവമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 17-ാം തീയതി കുഞ്ഞിരാമൻ എത്താം. T സിദ്ദിഖ് കൂടി ലൈനിലെത്തിയതിനു ശേഷം നമുക്ക് തുടരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, T സിദ്ദിഖ് ലൈനിലുണ്ടോ?
ടി സിദ്ദീഖിലേക്ക് എത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് പരസ്യമായി തൃശൂരിൽ വെല്ലുവിളിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെച്ച് യൂത്ത് കോൺഗ്രസ് നേടേണ്ടത് നേടും. ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞു, നിയമത്തിന്റെ വഴിക്ക് പോയില്ലെങ്കിൽ ആ നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ കയ്യിലെടുക്കുമെന്ന്. കെ സുധാകരന്റേതായ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റൊന്ന്. വാഴപ്പിണ്ടി സമരം യൂത്ത് കോൺഗ്രസ് നയിക്കുന്നു. ഇന്നത് സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനന്റെ വാഹനത്തിന് നേരെ നടത്തി. ഒരുപക്ഷെ വ്യാപകമായി കേരളത്തിന്റെ പൊതുസമൂഹത്തെ അലോസരപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രാദേശിക പ്രശ്നത്തിലെ കാര്യങ്ങളെ കോൺഗ്രസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് ഭൂഷണമാണോ? എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു സാഹചര്യത്തില് ശബരിമലയ്ക്ക് ശേഷം പൊതുവിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നിരുന്നത്. അതിനുശേഷമാണ് നമുക്കറിയാവുന്നത് മാതിരി അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി സംഭവം നടന്നത് പെരിയ എന്ന സ്ഥലത്ത്, അത് കാസർഗോഡ് ജില്ലയിൽ. എന്നാൽ അതിനുശേഷം 2 കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകാം. ആ പ്രതിഷേധം ചിലയിടങ്ങളിലെങ്കിലും ഏറ്റുമുട്ടലുകളിലേക്കൊക്കെ നയിച്ചുകൂടായികയില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും, ഒരു ദിവസമോ 2 ദിവസമോ. പക്ഷേ കോൺഗ്രസ് അതൊരു പദ്ധതിയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഹിംസയ്ക്ക് പുതിയ സിദ്ധാന്തം അവർ ഉണ്ടാക്കുന്നുണ്ട്. മുരളീധരൻ ഇന്നലെയോ പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം, അങ്ങനെ ഹിംസയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല കോൺഗ്രസ്സുകാർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഹിംസയുടെ ആളായിരുന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നേതാജി ഇപ്പോഴും അദ്ദേഹത്തിന്റെ നേതാവാണ് എന്ന നിലയ്ക്കാണ്. സത്യത്തിൽ നേതാജി കോൺഗ്രസിന് പുറത്തേക്ക് പോയതിനു ശേഷമാണ് NIA കാര്യത്തിലേക്കൊക്കെ നീങ്ങിയത്. നേതാജിയും ഗാന്ധിയും തമ്മിലുണ്ടായ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഹിംസയുമായി ബന്ധിപ്പിച്ചായിരുന്നു. അങ്ങനെ വരുമ്പോൾ മുരളീധരൻ ഹിംസയുടെ ആളാണെങ്കിൽ അദ്ദേഹം ഗാന്ധിയുടെ ആളല്ല. അങ്ങനെ ഒരു പ്രശ്നം ചരിത്രപരമായി പരിഹരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ പുതിയ ഹിംസയെ ന്യായീകരിക്കുന്നതിന് നേതാജിയെ വരെ കൊണ്ടുവരേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ, ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ യാതൊരു രാഷ്ട്രീയ പ്രമേയവുമില്ല. അവർ ശബരിമല വയ്ക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ശബരിമലയുടെ ശക്തി കുറയുകയും അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമല്ലാതായി തീരുകയും ബ്ലൻഡായി പോയി അതിന്റെ ഒരു മൂർച്ച. അങ്ങനെ അത് മാത്രമല്ല, ബാക്കിയുള്ള മൂർച്ചയുടെ ആളുകൾ BJP-കാരായി മാറുകയും ചെയ്തു, നേരെ അവകാശികൾ. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് സത്യത്തിൽ വീണ് കിട്ടിയ ഒരവസരമായി ഇത് മാറുകയും അവരുടെ പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിന് അവർ ഈ നിലയ്ക്കുള്ള കൊലവിളികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ആശാവഹമല്ല ആ പാർട്ടിയുടെ നിലപാട്. അത് അങ്ങനെ തന്നെ ആ പാർട്ടി തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ശബരിമലയിലെ ഹിംസയിലൂടെ ആരാണോ അതിന് മുൻകൈ എടുത്തത് അവരൊറ്റപ്പെട്ടതുപോലെ ഈ കോൺഗ്രസും ഈ തരത്തിലുള്ള ഗോഗ്വ വിളിയുണ്ടല്ലോ, അതിലൂടെ ഒറ്റപ്പെടുത്തപ്പെടുമെന്ന ചരിത്ര യാഥാർത്ഥ്യം എപ്പോഴാണ് കോൺഗ്രസുകാർ തിരിച്ചറിയാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ആ രീതി ഒട്ടും അഭിലഷണീയമല്ല, പ്രത്യേകിച്ച് അഹിംസ പറയുന്ന ആ പാർട്ടിക്ക്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് കേരള സമൂഹത്തെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ ഒരുപക്ഷെ ഒരു റിവഞ്ച് കൊലപാതകമാണ് അവിടെ ഉണ്ടായത്. അതൊരിക്കലും ഭൂഷണമല്ല, അശാസ്യമല്ല. അതിനെ തള്ളിപ്പറയേണ്ടതാണ്. തള്ളിപ്പറയേണ്ടവരൊക്കെ അതിനെ തള്ളിപ്പറഞ്ഞു, പുറത്താക്കേണ്ടവരെയൊക്കെ പുറത്താക്കി. ഈ പ്രതിയായ വ്യക്തിയുടെ കയ്യിൽ മർദ്ദനത്തിൽ കമ്പി ഓപ്പറേഷൻ ചെയ്ത് ഇടേണ്ടി വന്നതും ആ സാഹചര്യത്തിലാണ്. നമുക്ക് ടി സിദ്ദീഖ് ഉണ്ട്, ടി സിദ്ദീഖിലേക്ക് പോകാം. ശ്രീ ടി സിദ്ദീഖ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരെ കൊലവിളി നടത്തുകയാണ്. ഫേസ്ബുക്കിൽ താങ്കൾ വളരെ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഒരു തൃത്താല MLA-ക്ക് ഒരു താക്കീത് എന്ന നിലയിൽ താങ്കൾക്ക് പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. ശ്രീ ടി സിദ്ദീഖ്, ആ രീതിയിൽ, അതായത് ഈ ഉൾപാർട്ടി സംഘർഷവും ഗ്രൂപ്പ് പോരിലും നിന്നിരുന്ന കോൺഗ്രസുകാർക്ക് പുറത്തൊരു ശത്രുവിനെ കിട്ടിയപ്പോൾ അങ്ങ് അഴിഞ്ഞാടുകയാണ്. എങ്ങനെ? അതായത് കോൺഗ്രസ് സാധാരണ ഗ്രൂപ്പ് പോരും, തൃശ്ശൂരിലെ മരണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഗ്രൂപ്പ് പോരും ആ രീതിയിൽ നിന്നിരുന്നവരാണ്. അവർക്ക് പുറത്തൊരു ശത്രുവിനെ കിട്ടിയപ്പോൾ ആമാതിരി അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നു, നിയമത്തിന്റെ കയ്യിലെത്തുമെന്ന് പറയുന്നു, സാഹിത്യ നായകന്മാരെയും എഴുത്തുകാരികളെയും ഫേസ്ബുക്കിൽ തെറി വിളിക്കുന്നു. ഇത് ഭൂഷണമാണോ? ഇത് കോൺഗ്രസ് സംസ്കാരമാണോ? ഇതില് ഞങ്ങൾ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPIM-ന്റെ ടെറർ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായിട്ടുള്ള നിലപാടും
നടപടികളുമായി ജനാധിപത്യ രീതിയിൽ കേരളത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. പെരിയയിലെ ഇരട്ട കൊലപാതകം ചെറിയ സംഭവമല്ല. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നൽകിയിട്ടില്ല. എന്തുകൊണ്ട് CPIM അത്തരത്തിൽ പോകുന്നു? യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞ 2 കൊല്ലക്കാലത്തിനിടയ്ക്ക് CPIM-ന്റെ കൊലക്കത്തിക്കിരയായി ഒരു കാരണവുമില്ലാതെ മരണമടയേണ്ടത് 3 ചെറുപ്പക്കാർക്കാണ്. 1 ഷുഹൈബ്, 2 ശരത്ത്, 3 കൃപേഷ്. എന്തുകൊണ്ട് ഇത്തരം ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് മുഖവും ഉള്ളതായിരിക്കുന്ന അക്രമത്തിലേക്ക് CPIM പോകുന്നു? ഭീരുത്വം കൊണ്ടാണ് കൊലപാതകം ഉണ്ടാകുന്നത്. ആ കൊലപാതകത്തിലേക്ക് നയിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യം നിയമവാഴ്ചയുടെ തകർച്ചയാണ്. ആ നിയമവാഴ്ചയുടെ തകർച്ചയും അണികളെ അക്രമത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവും സർക്കാരിൻ്റെതും പാർട്ടിയുടേതുമാണ്. അത് സജീവമായി ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഇടമുണ്ട് കേരളത്തിൽ. ആ ചർച്ച യഥേഷ്ടം നടക്കുന്നു, തർക്കം വേണ്ട. നമുക്ക് വേണ്ടത് സമാധാനത്തിന്റെ അന്തരീക്ഷമാണ്. പക്ഷേ ഇവിടെ കൊല നിർവഹിച്ച് ആ കൊലയ്ക്ക് ശേഷം, കൊലയ്ക്ക് മുമ്പേയും കൊലയ്ക്ക് ശേഷവും കൊലയാളികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന CPM-ന്റെ ശൈലി ഒരു വലിയ ചർച്ചയ്ക്ക് കേരളത്തിൽ വിധേയമായിക്കൊണ്ടിരിക്കുക. ശ്രീ ടി സിദ്ദിഖ് ശരിയാണ്. കൊലപാതകം എവിടെയും നടക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. നോക്കൂ, അവിടെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് മുമ്പേ നടന്നത്. കാരണം ഈ പീതാംബരന്റെ കയ്യിൽ കമ്പിയിടേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് താങ്കൾ വിശദീകരിക്കണം. ആ രീതിയിൽ അവിടെ എങ്ങനെയാണ് കോൺഗ്രസുകാർ പ്രതികളായതെന്നും താങ്കൾ വിശദീകരിക്കണം. ആ രീതിയിൽ സംഘർഷം നടക്കുന്നു, എന്നാൽ പോലും ഒരു കൊലപാതകം നടക്കാൻ പാടില്ല. പക്ഷെ അത് കൊലപാതകത്തിലേക്ക് എത്തുന്നു, അത് തെറ്റാണ്. ഇവിടെ നോക്കൂ, ഒരു കൊലപാതകം നടന്നു, 2 കൊലപാതകങ്ങൾ നടന്നു. അതിനുശേഷം അവരെ രാഷ്ട്രീയമായി തള്ളിക്കളഞ്ഞു, നിയമപരമായി അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനെതിരെ അവരുടെ പാർട്ടി തന്നെ ശക്തമായി രംഗത്തെത്തുന്നു. എന്നിട്ട് വീണ്ടും അക്രമം പടർത്തുകയാണെങ്കിൽ, ലൈബ്രറികൾ കത്തിക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കുകയാണെങ്കിൽ, ഈ അക്രമികൾ ചെയ്തതും ഈ കൊലപാതകികൾ ചെയ്തതും നിങ്ങളുമായി എന്ത് വ്യത്യാസം? ഒന്ന്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, മുന്നാട് പീപ്പിൾസ് കോളേജിലുണ്ടായ ഒരു രാഷ്ട്രീയ SFI KSU സംഘടന, അവിടെ സംഘടനാ സ്വാതന്ത്ര്യം SFIയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിലുണ്ടായ സംഘടനത്തിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആക്രമിക്കപ്പെട്ടത് കല്യോട്ടുള്ളതായിരിക്കുന്ന ഒരു KSU പ്രവർത്തകനാണ്. സ്വാഭാവികമായി അവിടെ ബസ് തടഞ്ഞ് അവിടെ ചില സംസാരം നടത്തുന്നു. ആ സംസാരത്തിൽ മുന്നാട് കോളേജുമായോ അതിന്റെ വിഷയങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത പീതാംബരൻ ഇടപെട്ട് പീതാംബരൻ അവിടെ സീൻ മാറ്റുകയാണ്. അതിനെ തുടർന്ന് അടി ഉണ്ടാകുന്നു. ആ അടിയിൽ പീതാംബരന്റെ കൈ പൊട്ടി എന്ന് പറയുന്നു. ആ കൈ ഉപയോഗിച്ച് അവൻ വെട്ടി എന്ന് പറയുന്നു, വെട്ടി കൊലപ്പെടുത്തി എന്ന് പറയുന്നു. എന്തൊക്കെയോ നാടകം നടക്കുന്നു. നടക്കട്ടെ, ഞാൻ അതിലേക്കല്ല പോകും. പക്ഷെ നിങ്ങൾ അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ തന്നെ സമ്മതിക്കുന്നു, ശ്രീ സിദ്ദിഖ്, താങ്കൾ തന്നെ സമ്മതിക്കുന്നു അവിടെ സംഘർഷം ഉണ്ടായിരുന്നു ഇരു വിഭാഗവും തമ്മിൽ. ആ സംഘർഷത്തിൽ അരുതാത്തതൊന്നിലേക്ക് പോയി, അത് ശരിയാണ്. പക്ഷെ അതിന് കേരളത്തിൽ വ്യാപകമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എഴുത്തുകാരികളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് നേരെ, ഒപ്പം സാഹിത്യ നായകന്മാർക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനൻ നായരെ വാഴപ്പിണ്ടിയുമായി തടയുന്നു. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് പരസ്യമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കുന്നു. ഇത് ഭൂഷണമാണോ എന്നാണ് ഞാൻ പ്രമുഖ കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുന്നത്, ടി സിദ്ദിഖിനോട് ചോദിക്കുന്നത്. അതിനെ ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഒന്ന്, നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്, CPIM ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, ഇതിന്റെ ഗൂഢാലോചന നടന്നത്, നിങ്ങൾ ആലോചിക്കണം. അവിടെ ഒരു കേവലം നടന്നതായിരിക്കുന്ന ഒരു അടിയും പ്രശ്നങ്ങളും കൊല നിർവഹിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൊല നടന്നതിന് ശേഷം അതിന്റെ ഗൂഢാലോചന നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന AKG ക്ലബിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ്. അവർ ആയുധം സൂക്ഷിക്കുന്നത് ശാസ്ത്ര ഗംഗാധരന്റെ വീട്ടുവളപ്പിലാണ്. അവർ ഒളിഞ്ഞിരിക്കുന്നത് ശാസ്ത്ര ഗംഗാധരൻ എന്ന് പറയുന്ന CPIM പ്രവർത്തകന്റെ വീട്ടുവളപ്പിലാണ്.
അവിടെ നിന്ന് അവരെ കൊണ്ടുപോകുന്നത് പാർട്ടി പ്രവർത്തകരുടെ വാഹനത്തിലാണ്. ആ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോ അവിടെ നിന്ന് ആ വാഹനം മോചിപ്പിക്കുന്നത് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന CPIM-ന്റെ പ്രമുഖനായ നേതാവ് നേരിട്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചതായിരിക്കുന്ന CPIM പ്രൊട്ടക്ഷൻ പാർട്ടി സംഘത്തിനെ ആളെ മോചിപ്പിക്കുകയാണ്. ഇപ്പോ അതിനുശേഷം വർഷത്തിന് ശേഷം പീതാംബരന്റെ മകളും ഭാര്യയും പറഞ്ഞത് പാർട്ടി പറയാതെ പീതാംബരൻ കൊല്ലില്ല. അവസാനം അന്നേ പറഞ്ഞ ദിവസം തന്നെ കുഞ്ഞിരാമൻ ആ വീട്ടിൽ പോയി അവരോട് ഇത് മാറ്റി പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാനിപ്പോ സംസാരിക്കുന്ന ഇതേ ചാനൽ ആ വിഷയം മാറ്റി പറയിക്കുന്നു. അവർ തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്, കോൺഗ്രസ്സുകാരാണ് അവരുടെ ഭർത്താവിന്റെ കൈ അടിച്ചൊടിച്ചതെന്ന്. കോൺഗ്രസ്സുകാരാണ് അവരുടെ ഭർത്താവിന്റെ കൈ അടിച്ചൊടിച്ചത്, തല പൊട്ടിയത്, 2 മാസം അവർക്ക് മംഗലാപുരത്ത് ചികിത്സിക്കേണ്ടി വന്നതെന്ന് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്. അതെന്താണ് സെലക്റ്റീവ് ആകുന്നത് താങ്കൾ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നലെ വീണ്ടും MP-യുടെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന CPIM പ്രതിനിധി സംഘം ഈ വീടുകളിലൊക്കെ പോവുകയാണ്. ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജാ. കൊല നടത്താൻ ഒരു സംഘം, അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു സംഘം, പോലീസിന് കൊടുക്കാൻ വേറൊരു സംഘം, നിയമസഹായം കൊടുക്കാൻ വേറൊരു സംഘം, ശ്രീ സിദ്ദീഖ്, ശരി, അങ്ങനെയാണ് എങ്കിൽ അതൊരു പ്രൊഫഷണൽ അന്വേഷണമാണ് നടക്കുന്നതെന്ന് DGP പറഞ്ഞല്ലോ. എന്നിട്ടും ഈ രണ്ട് കൊലപാതകങ്ങൾ ചിലർ ചേർന്ന് നടത്തിയ ഈ 2 കൊലപാതകങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾ കേരളത്തിൽ മുഴുവൻ നടത്തുന്ന ഈ അക്രമം? കേരളത്തിൽ ഒരിടത്തും അക്രമം നടത്തിയില്ലല്ലോ. കേരളത്തിൽ എവിടെയാണ് അക്രമം നടത്തിയത്? സ്വാഭാവികമായ പ്രതിഷേധമെന്നതിന് ചെറിയ ചില പ്രയാസങ്ങൾ കല്യോട്ട് പരിസരത്തുണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിലാണ് മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് പറഞ്ഞത്. അത് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നടപടിയും കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പോകുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്ന നിലപാടെന്താ? കോൺഗ്രസ് എക്സ്ട്രീമായി പോകുന്ന പാർട്ടിയല്ല. ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിലൂടെ പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളെ എത്ര ഗുണ്ട കൊട്ടേഷൻ പാർട്ടിയാക്കാനും അതിന് വഴങ്ങുന്നവരുമല്ല ഞങ്ങൾ. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഈ നാട്ടിൽ 3500 പുസ്തകങ്ങളുള്ള ലൈബ്രറി തീയിട്ടു കോൺഗ്രസുകാർ. കെ സുധാകരൻ പരസ്യമായി വെല്ലുവിളിച്ചു. കെ മുരളീധരൻ നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെ VT ബൽറാം പരസ്യമായി മീരയെ അസഭ്യം പറഞ്ഞു. KR മീരയെ. ഇതിന് താങ്കൾക്ക് പോലും താക്കീത് കൊടുക്കേണ്ടി വന്നു. ഈ രീതിയിൽ പിടിവിട്ട പോക്കാണ് കോൺഗ്രസുകാർ നടത്തുന്നത്. ശ്രീ ടി സിദ്ദീഖ്, അതിനെ എങ്ങനെ മറച്ചു വെക്കാനാകും? ലാൽജിയും മധു ഈച്ചരത്തും വെട്ടിക്കൊലപ്പെട്ടത് ആരുടെ കൈകളിലാണ്? കോൺഗ്രസുകാരുടെ കൈകളാലല്ലേ തൃശ്ശൂരിൽ? അത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിരുന്നില്ലേ? ഒന്ന്, ലാൽജിയും മധുവും ഒന്നും കൊല ചെയ്യപ്പെട്ടത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സംഘടനത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. അവർ നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുന്ന തിരക്കഥയാണ്. അതൊന്നും തർക്കം വേണ്ട. ഞങ്ങളൊന്നും ഇതിൽ പങ്കാളികളാകുന്ന ആളുകളല്ല. ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. ഞങ്ങൾ ഈ ക്രൈം പ്രൊട്ടക്ഷൻ മിഷനുമായി യാത്ര ചെയ്യുന്ന ആളുകളുമല്ല. അതാരാണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി 1000 ദിവസം തന്റെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ കോഴിക്കോട് വലിയ പരിപാടി നടത്തിയല്ലോ. എന്താണ് കുറഞ്ഞത്? നിങ്ങൾ ചർച്ച ചെയ്യണം. ഇതുവരെയും ടി സിദ്ദീഖ് ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആക്രമണങ്ങൾ നടക്കുന്നതിനെ ടി സിദ്ദീഖ് തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം മൗനാനുവാദത്തിൽ കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ പറഞ്ഞതുപോലെ മൗനാനുവാദം കോൺഗ്രസിൽ ഉണ്ട് എന്നാണ്. ടി സിദ്ദീഖ്, ഞങ്ങൾ ആരും അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ല. അക്രമത്തെ തള്ളിപ്പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. 2 പേരെ അരുങ്കൊല ചെയ്ത തീവ്ര ഭീകര സ്ക്വാഡുകളെ നാണിപ്പിക്കുന്ന രീതിയിൽ കൊല ചെയ്തു. നിങ്ങളറിയോ, കൃപേഷ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ തലയിൽ 16 സെന്റിമീറ്റർ നീളത്തിലുള്ള വെട്ട്, 13 സെന്റിമീറ്റർ താഴെ തലച്ചോർ പുറത്ത്, 16 വെട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. ആരാ ഭീകരവാദികളെ നാണിപ്പിക്കുന്ന വെട്ട? ഇത് ആരാ വെട്ടുന്നത്? ശ്രീ ടി സിദ്ദീഖ്, അവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ വന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ പുസ്തകങ്ങൾ കത്തിക്കുന്നത്? എന്നിട്ട് എന്തിനാണ് ഈ ലൈബ്രറികൾക്ക് തീയിടുന്നത്? എന്നിട്ട് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുക, പുറത്താക്കുന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക, കേസ് അട്ടിമറിക്കുക.
എന്നിട്ട് പറയാ പാർട്ടിയിൽ നിന്ന് പറയാം. ഇത് പുതിയ തിയറിയാണ് CPIM-ന്റെ. ആ പുതിയ തിയറി ചെറുതല്ല. കൊട്ടേഷൻ സംവിധാനത്തെ ഹയർ ചെയ്ത് എല്ലാം നടപ്പിലാക്കി ആളുകൾ കൊന്നതിന് ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. പാർട്ടിയുമായി ബന്ധമില്ല, പാർട്ടിയുടെ തീരുമാനത്തിനെതിരാണ്, ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. ഈ തീരുമാനം പറഞ്ഞാൽ തീരുവോ? രണ്ടാം എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കൊടി സുനിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കാണുന്നതിന് ശ്രീ ടി സിദ്ദീഖ്, നമുക്ക് അതിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം. നോക്കൂ, അടുത്തൊരു കാര്യം, VPP മുസ്തഫ എന്ന ഒരാൾ അവിടെ ഒരു CPIM നേതാവ് അവിടെ ഒരു പ്രസംഗം നടത്തി. അതിന്റെ വിശദീകരണം അദ്ദേഹം പറയുകയും ചെയ്തു. എന്താണ്? ഞാൻ ഇത്രയേറെ സംഘർഷമുണ്ടായിട്ടും ഞങ്ങൾ പോകാത്തത് പൊറുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പോകട്ടെ, അദ്ദേഹത്തിന്റെ വിശദീകരണം നമ്മുടെ വാദത്തിന് വേണ്ടി സ്വീകരിക്കാതിരിക്കാം. പക്ഷേ അതിനെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിൽ ഇന്നൊരു കാർട്ടൂൺ എത്തി. അത് ശരിയാണോ? VPP മുസ്തഫയുടെ പേരിന്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തെ ജയ്ഷെ മുഹമ്മദുമായി കമ്പയർ ചെയ്യുന്നു. കാൾ മാർസിനെ ജയ്ഷെ മുഹമ്മദ് നേതാവുമായി കമ്പയർ ചെയ്യുന്നു. ഈ രീതിയിൽ കാർട്ടൂൺ വരയ്ക്കുന്നത് ശരിയാണോ? ധാർമ്മികമായി മാധ്യമങ്ങൾ ഈ രീതിയിൽ പോകുന്നതിനോട് കോൺഗ്രസിന് വിയോജിപ്പുണ്ടോ? ഒന്ന്, അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള കാർട്ടൂൺ ആക്ഷേപഹാസ്യ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, ദേശീയ നേതാക്കന്മാർക്കെതിരെ പലരും വരാറുണ്ട്. ആ കാർട്ടൂണിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത എന്താ? അന്തസത്ത വളരെ ക്ലിയർ ആണ്. VPP മുസ്തഫ നടത്തിയ പ്രസംഗം പിന്നെ ഈ തെങ്ങിൻ പൂക്കുല പോലെ തലച്ചോറ് ചിതറുന്ന പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച മുസ്തഫയുടെ പ്രഖ്യാപനം CPIM ക്രിമിനലുകൾ അന്വർത്ഥമാക്കുക. അപ്പോ ഇങ്ങനെ ജാതിധ്വനി വരുന്ന, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ജന്മഭൂമി പറഞ്ഞതുപോലെ ജാതിധ്വനി വരുന്ന കാർട്ടൂണുകളോട് കോൺഗ്രസിന് ഒരു വിയോജിപ്പുമില്ല എന്നാണ് ടി സിദ്ദീഖ് പറഞ്ഞത്. ടി സിദ്ദീഖ്, ദയവായി തുടരുക. KV കുഞ്ഞിരാമൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് താങ്കളോട് എന്തൊക്കെയോ പറയാനുണ്ട്. ശ്രീ ടി സിദ്ദീഖ്, താങ്കൾ ദയവായി തുടരുക. ശ്രീ കുഞ്ഞിരാമൻ, അതായത് 2 അരുംകൊല നടന്നതിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് നടന്നത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്നില്ല എന്നാണ് ടി സിദ്ദീഖ് പറഞ്ഞത്. സിദ്ദിഖ് മാലാക ചമയാണ്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്കറിയാം ചീമേനിയിലുണ്ടായ സംഭവം, കോൺഗ്രസിന്റെ അരുംകൊലയുടെ വിശദാംശങ്ങൾ. ഏറ്റവും അവസാനത്തെ കോൺഗ്രസിന്റെ കൊലയാണ് ഉദുമ പഞ്ചായത്തിൽ സഖാവ് MV ബാലകൃഷ്ണന്റെ കൊലപാതകം. ആ കൊലപാതക കേസിൽ 4ാം പ്രതി ഷിബു കടവങ്ങാനം കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മാങ്ങാട് ബാലകൃഷ്ണൻ കൊലക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയതും ഒളിച്ചു താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും അന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് എന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? പ്രതികളെ സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രീതി കോൺഗ്രസ് എത്ര ലജ്ജാകരമായിട്ടാണ് ആ കേസിൽ, കാസർഗോഡ് ജില്ലക്കകത്ത് ബാലകൃഷ്ണന്റെ കേസിൽ നടത്തിയത്. വളരെ നിസ്സാരമായ സംഭവങ്ങളാണോ സിദ്ദീഖ് പറയുന്നത് പോലെ ഈ സംഭവത്തെ തുടർന്ന് കല്യോട്ടും അതുപോലെ തന്നെ പെരിയയിലും ഉണ്ടായത്? 24 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 500ഓളം പ്രതികളുണ്ട് ഇതിനകത്ത്. സിദ്ദിഖ് പരാമർശിച്ച ശാസ്താ ഗംഗാധരന്റെ വീട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം കൊള്ളയടിച്ചത് 16.5 പവനും 3 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 24ഓളം വരുന്ന കേസുകളുടെ ഭാഗമായിട്ടുള്ള വീടുകൾ, സ്ഥാപനങ്ങൾ കൊള്ളയടിച്ച് ആവശ്യമായ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതിന് ശേഷമാണ് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ ഈ കടയും വീടുകളുമെല്ലാം ഓഫീസുകളുമെല്ലാം തീയിട്ട് ചുടുന്നത്. 2 ഗ്രന്ഥശാലകൾ, ഗ്രാമജ്യോതി ഗ്രന്ഥാലയം കല്യോട്ട്, AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം പെരിയ, ഏകദേശം 5000ഓളം പുസ്തകങ്ങളുള്ള 2 ഗ്രന്ഥാലയങ്ങളാണ് കത്തിച്ചു കളഞ്ഞത്. അതിൽ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ പാതി കത്തിയ പുസ്തകങ്ങൾ കാണുന്നുണ്ടല്ലോ നാട്ടിലെ ജനങ്ങൾ. ഇത് കോൺഗ്രസിന്റെ സംസ്കാരം ഏതുവരെ അധപ്പതിച്ചു എന്നുള്ളതിന്റെ നല്ല ദൃഷ്ടാന്തമല്ലേ? സിദ്ദിഖിനെ പോലെ എന്തിനാ മുന്നാട് പീപ്പിൾസ് കോളേജ്? കല്യൂട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക റിപ്പബ്ലിക്കാണ്. അവിടെ മറ്റാർക്കും സംഘടനാ പ്രവർത്തനം പാടില്ല. അവിടെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. ആ പ്രദേശത്ത് കഴിഞ്ഞൊരു 5-10 കൊല്ലമായി നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ അവിടുത്തെ ബാബുരാജ്, അതുപോലെ തന്നെ വീരപ്പൻ ദാമോദരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ, ആ വീരപ്പൻ ദാമോദരന്റെ ഇളമുറക്കാരനാണ് ഈ ശരത്ലാലും അതുപോലെ തന്നെ കൃപേഷും ഉൾപ്പെടെയുള്ള ആളുകൾ. ആ പ്രദേശത്തുണ്ടായുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. യാദൃശികമായിട്ട് ഉള്ള ഒരൊറ്റപ്പെട്ട സംഭവമല്ല പീതാംബരനെതിരായി നടക്കുന്നത്.
പീതാംബരനെ പോലെ മാരകമായ പരിക്കുപറ്റിയ മർദ്ദനമേറ്റ ഒട്ടേറെ CPIM-ന്റെ പ്രവർത്തകന്മാർ ഈ കല്യോട്ടും ഏച്ചിലെടുക്കത്തും പെരിയയിലുമെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ശ്രീ കെ വി ശ്രീ കുഞ്ഞിരാമൻ തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇത് ഒരു റിവഞ്ചിന്റെ ഭാഗമായി നടന്ന കൊലപാതകമാണ്. കാരണം പ്രതിക്ക് അത്തരത്തിൽ വലിയ ഓപ്പറേഷൻ വേണ്ടി വന്നു മർദ്ദനത്തിൽ. ഈ രീതിയിൽ എന്തായിരുന്നാലും ആക്രമണവും പ്രത്യാക്രമണത്തിലും അരുതാത്തത് സംഭവിച്ചു. ലാൽജിയും മധു ഈച്ചരത്തും മരിച്ചത്, കൊല്ലപ്പെട്ടത് കോൺഗ്രസുകാർ പരസ്പരം വെട്ടിയാണ്. അവർ ഇരുവരും കോൺഗ്രസുകാരാണ്, കോൺഗ്രസുകാർ പരസ്പരം വെട്ടിയാണ് തൃശ്ശൂരിൽ. ഇങ്ങനെ ഒരു കൊലപാതകമുണ്ടായി അതിനെതിരെ ജാഗ്രതായി നീങ്ങണം, രാഷ്ട്രീയവും നിയമപരവുമായി നീങ്ങണം എന്നതിന് പകരം ഈ രീതിയിലുള്ള ഒരു സംസ്കാരം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭൂഷണമാണ്. അല്ല, ഗ്രന്ഥശാല കത്തിക്കുന്നത്, ആക്രമണം നടത്തുന്നത്, അത് തുടരുന്നത് ഗാന്ധിജിയുടെ ബുക്ക് വരെ, അതായത് എന്റെ സത്യാന്വേഷണ പരീക്ഷ ഏത് ഗ്രന്ഥശാലയിലും ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പുസ്തകങ്ങൾ. ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യനല്ലേ ഈ വിദ്യയുടെ കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏത് ലൈബ്രറിയിലും കാണും. കേരളത്തിലെ ഏത് ലൈബ്രറിയിലും കാണും. അതൊക്കെ പുസ്തകം കത്തിക്കുക നടത്താത്ത അതെ, പുസ്തകം കത്തിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും നീചമാണ്. അതൊക്കെ ഇപ്പം ടി സിദ്ദീഖിന് നല്ലൊരു അവസരമായിരുന്നു, അത് ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ പോലും ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ നടക്കുന്ന ആക്രമണങ്ങളെ അദ്ദേഹം അവലംബിച്ചില്ല. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് നേതാവാണ്, നല്ലൊരു നേതാവാണ്. നമ്മൾക്കൊക്കെ പൊതുസമൂഹത്തിൽ അംഗീകാരം ഉള്ള നേതാവ് തന്നെയാണ്. മത്സരിച്ച് തോറ്റുപോയാലാണ്, മത്സരിക്കാൻ സാധ്യതയുള്ള ആളാണ്. അതെ, എന്തുകൊണ്ടും ഒരു സ്വീകാര്യതയുള്ള നേതാവാണ്, നന്നായിട്ട് സംസാരിക്കാനും അറിയാം. അദ്ദേഹം ആ ഒരു വാചകം കൂടി ചേർത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അങ്ങേയറ്റം അദ്ദേഹത്തിന് ശോഭിക്കാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ എന്തൊക്കെ ബഹുമാനപ്പെട്ട കുഞ്ഞിരാമൻ പറഞ്ഞു, CPM-കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതറിയാം, എനിക്കറിയാം. 1987 ജിമേനിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. 5 CPM-കാരെ കോൺഗ്രസ് പ്രവർത്തകർ ചുട്ടുകൊല്ലുകയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന്. ഭീകരമായ അവസ്ഥയാണ്. ചരിത്രത്തിൽ അത് എപ്പോഴും നിൽക്കും. പക്ഷേ CPM-കാര്, ഭാഗ്യം എന്ന് പറയട്ടെ, CPM-കാര് അത് ഉയർത്തുന്നില്ല. ഞങ്ങളെ കൊന്നില്ലേ എന്ന് അദ്ദേഹം പോലും ചീമേനി എന്ന് പറഞ്ഞങ്ങ് വിടുകയായിരുന്നു. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട CPM-കാരൊക്കെ ചീമേനി എന്ന് വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ചീമേനിയുടെ കാര്യം, നമ്മളൊക്കെ പത്രപ്രവർത്തകരായതുകൊണ്ട് നമുക്കറിയാം. 87 ഒരു ഭീകരമായ ഒരു കൊലപാതകം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവമാണ്. എന്നിട്ട് പോലും ആരും CPM-കാരും പറയുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാനായിട്ടും പറഞ്ഞാലും പോയില്ല. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, മൃതദേഹങ്ങളും കൊലപാതകങ്ങളും എണ്ണി നോക്കുന്നത് ഇപ്പോൾ ഒട്ടും കരണീയമല്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ഒരു കാര്യം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ കേരളത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നു എന്ന്. കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നു എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ അർത്ഥം, അതിന്റെ അന്തസത്ത, വളരെ അത് നൽകുന്ന സന്ദേശം വളരെ വളരെ വിപുലമാണ്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ചോദിക്കുന്നത് അതാണ്. അതായത് നിർഭാഗ്യമായ ഒരു സംഭവം ഉണ്ടായി, അത് ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ ഇടയിൽ സംഭവിച്ചതാണ്, അല്ലാതെ ഗാന്ധിജിയെ കൊന്നതുപോലെ അല്ല എന്നുള്ളതും സത്യമാണ്. അത് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യവും നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും അതിനോടുള്ള ഒരു രാഷ്ട്രീയ പക്വത CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനോടുള്ള ക്രിയാത്മകമായ പ്രതികരണം ഇങ്ങനെയാണോ വേണ്ടത്? അത് എല്ലാ നേതാക്കന്മാരും, കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും MA ബേബി ഒക്കെ എന്ത് മനോഹരമായ വാചകങ്ങളാണ് ഈ കൊലപാതകത്തെ അപലപിച്ചും കൊണ്ട് പറഞ്ഞത്. അത് അഭിലഷണീയമാണ്, അങ്ങേയറ്റം പ്രോത്സാഹജനകമാണ്. കാരണമുണ്ടല്ലോ, ഒരു കൊലപാതകം നടക്കുമ്പോൾ ആരാണ് ഭരിക്കുന്നത്, ആരാണ് മുഖ്യമന്ത്രി, ആരാണ് പോലീസിന്റെ നേതൃത്വത്തിലുള്ളത്? പ്രഥമമായിട്ടും അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം, ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റാണ്. മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മാനിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ നിർണായകമായ, ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ളവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഞാൻ കേരള സമൂഹത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും അതിനോട് അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാവണം ഒരുപക്ഷെ ഇപ്പോഴും അക്രമം തുടരുന്നത്. തീർച്ചയായും ഒരു കാര്യം കൂടി, അതായത് ഈ പശ്ചാത്തലത്തിലൊക്കെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ്, ഒരു പ്രമുഖ മാധ്യമത്തിന്റെ മാധ്യമപ്രവർത്തകൻ പോലും ഇങ്ങനെ കോൺഗ്രസിന്റെ ആക്രമണങ്ങളെ ഊർജം പകരാനായി പ്രവർത്തിച്ചു എന്നതൊക്കെ ഉള്ളത്. അതൊരു പക്ഷേ രാഷ്ട്രീയ ആരോപണമായി നമുക്കത് അതിന്റെ ആധികാരികമായി ചർച്ച ചെയ്യാതിരിക്കാം വേണമെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നത് നിരീക്ഷണത്തിൽ ഉൾപ്പെടുകയും വേണം. ഒപ്പം മറ്റൊന്നാണ് ഈ കാർട്ടൂണിന്റെ വിഷയം. ഈ കാർട്ടൂൺ
VPP മുസ്തഫയെ എങ്ങനെയാണ് ജയ്ഷെ മുഹമ്മദുമായി കമ്പയർ ചെയ്യാനാകുന്നത്? കാറൽ മാർക്സ് എങ്ങനെയാണ് മസൂദ് അസറിന്റെ രൂപം കൈവരുന്നത്? അതിന്റെ ഉദ്ദേശം ശരിയാണോ? അതൊക്കെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തെങ്ങുകയറ്റക്കാരനെന്ന ജന്മഭൂമിയിൽ എഴുതിയ വരച്ച കാർട്ടൂണിനും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? തീർച്ചയായിട്ടും അതൊക്കെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ ആ സമയത്തെ മാനസിക നില വെച്ച് മാനസിക അവസ്ഥ വെച്ചിട്ട് എഴുതിയതായിരിക്കാം. തീർച്ചയായിട്ടും അതൊക്കെ സൂക്ഷിക്കണം. നമ്മൾ മാധ്യമത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ നമ്മളൊക്കെ അതാണല്ലോ. നമ്മൾ അറിയാതെ ഒരു വാക്ക് പറയുന്നത്, അറിയാതെ ഒരു വര വരയ്ക്കുന്നത്, അറിയാതെ ഒരു വാക്ക് എഴുതി ചേർക്കുന്നത്, അത് സമൂഹത്തിൽ മാതൃഭൂമി തന്നെ അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും നേരിട്ട് അനുഭവിച്ച പത്രമാണ് കേരളത്തിൽ. അത് നമുക്കറിയാം. അതിൻ്റെ ഒരു പിന്തുണ അന്നൊക്കെ മാതൃഭൂമി ഞാൻ എപ്പോഴും പിന്തുണയ്ക്കുന്ന ആളാണ്. എന്നെ ഒരു പത്രപ്രവർത്തനാക്കിയത് മാതൃഭൂമി ദിന പത്രമാണ്. അതുകൊണ്ട് മാതൃഭൂമിയോട് എനിക്ക് എപ്പോഴും സ്നേഹവും ബഹുമാനവും ആദരവുമുണ്ട്. അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് നിർഭാഗ്യകരമായി പോയി എന്നൊരു മിനിമം കമന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രീ KV കുഞ്ഞിരാമൻ, ഈ കാർട്ടൂൺ മുസ്തഫയെ അറിയുന്ന ഒരാൾക്ക് വരക്കാൻ സാധിക്കുന്നതല്ല. ഗോപികൃഷ്ണന് അദ്ദേഹത്തെ അറിയുമോ എന്ന് എനിക്കറിയില്ല. ഗോപികൃഷ്ണൻ എന്ന പ്രഗത്ഭനായ കാർട്ടൂണിസ്റ്റിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണ്. മുസ്തഫ മാർസിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ തലവരിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ രൂപത്തിലാണല്ലോ അത് വരച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുസ്തഫ CPIM-ലേക്ക് വരുന്നതിന് മുമ്പ് മുസ്തഫ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതപരമായ ചട്ടക്കൂടിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് മുസ്തഫ SFIയോടും CPIM-നോടുമെല്ലാം അടുക്കുന്നത്. മതപരമായ ചട്ടക്കൂടിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തു നിന്ന് മാനവികതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഒരു മഹാപ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മതനിരപേക്ഷ ജനാധിപത്യവാദി എന്നുള്ള നിലയിലേക്കുള്ള വലിയ വളർച്ചയാണ് ഈ ഒരു കാലയളവിൽ മുസ്തഫ നേടിയത്. മുസ്തഫ നേടിയ ആ നേട്ടം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം വക്കീലാണ്, അദ്ദേഹം PhD ബിരുദധാരിയാണ്, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഈ ആക്രമണങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും വളരെ പക്വതയോടുകൂടി സമീപിക്കുകയും ഇനിയൊന്നുണ്ടാകരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ച അത്യപൂർവമായി കണ്ടു ഈ സംഭവത്തിന് ശേഷം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് തീ പകരാൻ മാറി നിന്ന് കുൽസിതമായ സമൂഹത്തിന്റെ എല്ലാവിധ മതനിരപേക്ഷതയും തകർക്കുന്ന അൾസർ ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുന്ന അർദ്ധമാനവർ, പകുതി മനുഷ്യരേ ആയിട്ടുള്ളൂ, ആ സ്വഭാവമല്ലേ ഈ കാർട്ടൂണുള്ളത്? ഈ കാർട്ടൂൺ VPP മുസ്തഫയെ എങ്ങനെയാണ് ജയ്ഷെ മുഹമ്മദുമായി കമ്പയർ ചെയ്യാനാകുന്നത്? മഹാനായ മാർസ് എങ്ങനെയാണ് മസൂദായി കൾമിനേറ്റ് ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ പൊതു സാഹചര്യം ഇല്ലേ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, മരണങ്ങളുടെ കണക്ക് ഇപ്പം ജേക്കബ് ജോർജ് തന്നെ പറഞ്ഞത് മാതിരി മരിച്ചവരുടെ കണക്ക് പറഞ്ഞ് ഹിംസ പ്രതി ഹിംസ ന്യായീകരിക്കപ്പെടും. ഒരാൾ കൊന്നു, ഞങ്ങളും കൊന്നു, ഈ നിലയ്ക്ക് ന്യായീകരിക്കപ്പെടാൻ എളുപ്പമുള്ള കാര്യമാണ്. യുദ്ധത്തിൽ മാത്രമാണ് അത് ന്യായീകരിക്കപ്പെടുക, ജനാധിപത്യത്തിൽ ന്യായീകരിക്കാനാവില്ല. ജനാധിപത്യത്തിൽ ഹിംസ എന്ന് പറയുന്നത് അരുതാത്ത ഒരു പ്രവൃത്തിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത അജിംഷാദെ, പാർട്ടികളാണ് ഇന്ത്യൻ ജനാധിപത്യം സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നണിയാണ്, അല്ലാതെ മറ്റൊരു ഏജൻസിയുമല്ല. പാർട്ടികൾ തീരുമാനിക്കുന്ന ഭരണമാണ് ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് തന്നിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്, ദേശീയ പാർട്ടികളാണ്. എല്ലാ പാർട്ടികളും ആൾക്കാരെ കൊന്നിട്ടുണ്ട് കേരളത്തിൽ. ആരും കൊലപാതകത്തിന് അന്യമായി നിന്നിട്ടില്ല. കോൺഗ്രസ് ഒരു പടി കടന്ന് അവരുടെ ഗ്രൂപ്പുകാരെ പോലും കൊന്നിട്ടുണ്ട്. അപ്പൊ കൊലപാതകത്തിൽ നിന്ന് മുക്തമായ ആളുകളല്ല ആരും, എല്ലാവരും കൊന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും കൊന്നിരിക്കുന്നത് കൊണ്ട് കൊല്ലാത്ത പാർട്ടി ഉണ്ട് കേട്ടോ, കേരള കോൺഗ്രസ് ദേശീയ പാർട്ടി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. പിന്നെ കൊല്ലുന്ന പാർട്ടി SDPI കൊല്ലുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷെ ദേശീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും CPI ആണെങ്കിലും അരും കൊലകൾ ചെയ്തിട്ടുണ്ട്. അതിനെ അവരുടെ പാർട്ടിക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും തെറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പാർട്ടിക്കാർ ഭംഗിയന്തരേണ ന്യായീകരിച്ചിട്ടുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന TP ചന്ദ്രശേഖരന്റെ വധം, മാധ്യമങ്ങൾ ഇത്രയധികം അലക്കിയ ഒരു മരണമില്ല, ഒരു കൊലപാതകമില്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചെന്താ അതിനുശേഷം കൊലപാതകമേ ഉണ്ടായിക്കൂടാ കേരളത്തിൽ എന്നാണ്. അപ്പൊ മാധ്യമങ്ങൾ ഇടപെട്ടാൽ കൊലപാതകങ്ങൾ നിൽക്കില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവ് ശരിക്കും ടി പി ചന്ദ്രശേഖരൻ വധം തന്നെയാണ്. അതിനുശേഷവും സംഭവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇനി കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഉന്നത നേതൃത്വം, സംസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനം ഇതപര്യന്തം എടുത്തിട്ടില്ലാത്തൊരു സമീപനമാണ്. ആ സമീപനത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. നേരത്തെ ജേക്കബ് പറഞ്ഞതുമാതിരി ഞാൻ കേരളത്തിന്റെ മുന്നിൽ ലജ്ജിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടിയിലേക്ക് മാറി വരുന്ന ഒരു സംവേദനശീലത്തിന്റെ ഒരു പ്രകാശനം അവിടെയുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് പകരം ആ തഞ്ചം നോക്കിയല്ലേ സമ്മതിച്ചു, ആ തഞ്ചം നോക്കി എന്നാൽ അതാ സമ്മതിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാം, ഈ നിലയ്ക്ക് ഒരു രീതി സ്വീകരിക്കുന്നത് ഇതിനു മുമ്പ് അരുംകൊലകൾ ചെയ്തിട്ടുള്ള കോൺഗ്രസിന് ഭൂഷണമല്ല. അതുകൊണ്ട് നിർത്തണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിർത്തുന്ന ഒരു സംസ്കാരം കുറഞ്ഞപക്ഷം CPM പറഞ്ഞിരിക്കുന്ന അത്രയെങ്കിലും മുന്നോട്ട് വരാൻ കോൺഗ്രസ് തയ്യാറാകണം. തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്ത തെറ്റായ സമീപനത്തിലേക്ക് വീണ്ടും നമ്മുടെ ജനാധിപത്യം പോകുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, കൊല്ലുന്നവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ സമീപനം മാറ്റുന്നത്. കോൺഗ്രസും അത് തിരിച്ചറിഞ്ഞ് മാറ്റുന്നതിന് പകരം അതിന്റെ സൗജന്യം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രീതി തെറ്റ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, എനിക്ക് വളരെ കൃത്യമായും പറയാൻ കഴിയുന്നത് മനോരമയും മാതൃഭൂമിയും. മനോരമയെക്കുറിച്ച് വളരെ നന്നായി നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, മനോരമ വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വന്ന് സംസാരിക്കുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്തൊക്കെ നുണ പറയുമോ അതങ്ങനെ തന്നെ മനോരമ പറയും. അതും മാതൃഭൂമിക്കും ബാധകമാണ്. നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ളത് മാറ്റി ജേക്കബ് ജോർജ് ക്ഷമിക്കണം, ഒരു പ്രചാരകൻ വന്ന മാതിരി ഇരിക്കും വീട്ടിൽ. പ്രചാരകന്മാർ പറയുന്ന നുണയാണ് മാതൃഭൂമി 1-ാം പേജ് മുതൽ ഏറ്റു പറയുന്നത്. ആ മാതൃഭൂമിയിലാണ്, നോക്കൂ, മാതൃഭൂമിക്ക് ഒരു കാർട്ടൂൺ പ്രസാദനം ചെയ്യണമോ വേണ്ടയോ എന്ന് അവരുടെ എഡിറ്റോറിയൽ ബോർഡാണ് തീരുമാനിക്കുന്നത്. കാർട്ടൂൺ വരച്ചു കൊടുക്കുന്ന ആളങ്ങ് തീരുമാനിക്കുന്നതല്ല. കാർട്ടൂൺ വരച്ചയാൾക്ക് മിനിമം ബോധമില്ലാത്തയാളാണെന്ന് വ്യക്തമാക്കുന്നു മാർസിന്റെ പടം വയ്ക്കുന്നതുകൊണ്ട്. CPM എന്നാണല്ലോ പേര്, മാർസിസ്റ്റ് എന്നുണ്ടല്ലോ, എന്ന മാർസിന്റെ പടം വെക്കാം. അതാണ് ആ പുള്ളിയുടെ വിവരം. മാർസ് എന്ന പടം, അദ്ദേഹത്തിന്റെ പടം വെച്ചിരിക്കുന്നത് CPM ആണല്ലോ. CPM വെച്ച മാർസിസ്റ്റ്, മാർസിസ്റ്റ് മാർസ്. മാർസ് ജീവിച്ചിരുന്ന കാലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഉണ്ടായിരുന്നില്ല. മാർസിന്റെ ജീവിതകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല. ഒരു പാർട്ടിയിലും അദ്ദേഹം അംഗവുമായിരുന്നില്ല. അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു. അതൊന്നും ഈ ഇത് വരച്ചു വെച്ചിരിക്കുന്ന ഋഷഭത്തിനുണ്ടല്ലോ, അറിയില്ല. അവന് അറിയില്ല. ശരി, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്ന വിവരം പോലും, ആ ചരിത്രബോധം പോലും ഇല്ലാതെ ശങ്കറിന്റെയൊക്കെ അനുയായി വന്നിരിക്കുകയാണ്. OV വിജയന്റെയൊക്കെ അനുയായി വന്നിരുന്നു, ഞാനും കാർട്ടൂണിസ്റ്റാണ്, എനിക്കും അവാർഡ് കിട്ടും എന്നൊക്കെ പറയുക. വിവരക്കേടിന്റെ പര്യായമാണ് അയാൾ. അല്ലെങ്കിൽ മാർസിന്റെ പടം വെക്കാനുള്ള ധൈര്യം കാണിക്കില്ല. അറിവില്ലായ്മ വേണം ധാരാളം അയാൾക്കതുണ്ട്. പല കാർട്ടൂണുകളിലും അയാൾ തെളിയിക്കുന്നുമുണ്ട്. പറയാതിരിക്കുന്നതാണ് ഭേദം. അതുപോട്ടെ, ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം പത്രങ്ങൾ പതിവ് പോലെ TP ചന്ദ്രശേഖരന് ശേഷം ചെയ്ത മാതിരി പാടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം. തിരിച്ചറിയുന്നില്ലെങ്കിൽ ശബരിമലയ്ക്ക് ഭാഗമായി ഉണ്ടായ ഹിംസ അതുപോലെ തന്നെ ജനങ്ങൾ വെറുക്കും. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണമെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് കൃത്യമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന സ്പേസസ് ഉണ്ടാകണം. ആ സ്പേസസിൽ ഒന്നാണല്ലോ വായനശാല തന്നെ കത്തിക്കുന്ന അവസ്ഥ വരുമ്പോൾ എത്രത്തോളം ചിന്താപരമായ പാപ്പരത്വമാണ് അത് കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ പാർട്ടികൾ അവരിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹണം, ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ തയ്യാറാകുന്നതിന് പകരം കൊലപാതകം നടത്തി ന്യായീകരിക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബഹുജനങ്ങളിൽ ഏറ്റവും എത്ര വലിയ പാർട്ടിയാണെങ്കിലും തീർച്ചപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടും. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ശബരിമലയ്ക്ക് ശേഷം ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം നൽകിയ ഭരണഘടനയുടെ സംസ്ഥാപനത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു അക്രമം എന്ന നിലയിൽ കാണണം ഇതിനെ. കാരണം ആ സ്വഭാവമാണ് പൊതുസമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഇത് പ്രതിഫലിച്ചത്. മാധ്യമങ്ങളിലൂടെ ആയാലും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആയാലും ഇത് പ്രതിഫലിച്ചത്. അതിനെ അങ്ങനെ നോക്കിക്കാണണം എന്നൊരു മറുഭാഷ കൂടി ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ നിരീക്ഷണത്തിനുണ്ട്.
ഉണ്ട്. തീർച്ചയായിട്ടും ശബരിമലയിലെ ആക്രമണം കൊണ്ടാണ് ഇന്ന് BJP എവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോൾ നമുക്ക് ശരിക്കും ചിത്രം മനസ്സിലാക്കാം. ഇന്ന് BJP എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയുന്ന ഒരു സാധാരണക്കാരന്റെ മറുപടിയായിരിക്കും ശബരിമലയുടെ ഒരു അവശേഷിപ്പ്, ശബരിമലയുടെ ഒരു ബാക്കി പത്രം. അതാണ് നമ്മൾക്കത് രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയ ചർച്ചകൾ ഇനി വരാൻ പോകുന്നു, അത് നമുക്ക് ആ സമയത്ത് പറയാം. ഇവിടെ ആക്രമണം ഭാസുരേന്ദ്ര ബാബു മാതൃഭൂമിയെ ഇങ്ങനെ അടച്ച് ആക്ഷേപിച്ചു. ഞാൻ കരുതുന്നത്, ഞാനൊരു 10 വർഷത്തിലേറെ കാലം മാതൃഭൂമിയിൽ ജോലി ചെയ്തതാണ്. എൻ്റെ പത്രപത്രം തുടങ്ങിയത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമി അങ്ങനത്തെ ഒരു ചരിത്രമല്ല മാതൃഭൂമിക്കുള്ളത്, അങ്ങനത്തെ ഒരു പാരമ്പര്യമല്ല അതിനുള്ളത്. ഗോപികൃഷ്ണൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് ഗോപികൃഷ്ണൻ അപചയം പറ്റി എന്ന കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. ഒരു ചോദ്യം ഞാൻ ജേക്കബിനോട് ചോദിക്കട്ടെ. ജേക്കബിന്റെ ആ സമീപനം, അദ്ദേഹത്തിന്റെ കളരി, ജേർണലിസ്റ്റിന്റെ കളരി എന്ന നിലയ്ക്ക് മാതൃഭൂമിയോട് അദ്ദേഹത്തിന്റെ ബഹുമാനം എനിക്ക് മനസ്സിലാകും. ഞാൻ ഇന്നത്തെ മാതൃഭൂമിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, KP കേശവന്റെ മാതൃഭൂമിയെ കുറിച്ചല്ല. നേരത്തെ പറഞ്ഞതുമാതിരി ജൈന തീവ്രവാദിയുടെ മാതൃഭൂമി, അവരുടെ ചാനലും അങ്ങനെ തന്നെയാണ്. ചാനലും പ്രചാരകന്മാരായിരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. അല്ലല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം താങ്കൾക്ക് തന്നെ പറഞ്ഞ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രീയ പാർട്ടി BJP ആണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അത് മാത്രമല്ല, അവരുടെ 2 നേതാക്കൾ, പ്രധാനമന്ത്രിയും പാർട്ടി പ്രസിഡന്റും ചേർന്ന 2 ആൾക്കാരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ. 2000 ആൾക്കാരെയാണ് കൊന്നു തള്ളിയത് ഗുജറാത്തിൽ. അതിനകത്ത് അശേഷം അവർക്ക് ദുഃഖമില്ലെന്ന് മാത്രമല്ല, 44 ആളുകളാണ് പശുവിനെ ബന്ധിപ്പിച്ച് ഈ അടുത്തിടെ കൊല ചെയ്യപ്പെട്ടത്. ഒരു ബുദ്ധിമുട്ടും പ്രധാനമന്ത്രിക്ക് പോലുമില്ല. അവരെ 2 പേരെയും ചേർത്ത് ജെയ്ഷെ മുഹമ്മദ് പോലെ ഒരു കാർട്ടൂൺ വരയ്ക്കാൻ നിങ്ങൾ പറഞ്ഞ മഹാനായ കാർട്ടൂണിസ്റ്റിന് തണ്ടലിന് ഉറപ്പുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്ക്. അത് അടിവരയിടേണ്ടതാണത്. ശ്രീ ജേക്കബ് ജോലി, ഈ കാർട്ടൂണിനെ കുറിച്ച് സ്ഥാപനങ്ങളെ ഈ കാർട്ടൂണിൽ ഗോപികൃഷ്ണന് പരാജയം പറ്റി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരിക്കലും ഞാനതിനെ അംഗീകരിക്കുന്നില്ല. ഈ മഹാൻ വരയ്ക്കുമോ? നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ വരച്ചൊന്ന് കാണാൻ പറ്റുമോ? കണ്ണടയ്ക്കാൻ പറ്റുമോ? പക്ഷെ മാതൃഭൂമി ഇപ്പൊ ഭാസുരേന്ദ്രബാബു മാതൃഭൂമി ചാനലിൽ ഇരിക്കുന്നവർ പ്രചാരകന്മാരാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രചാരകന്മാർ പറയുക, RSS പറയുക അവിടെ ഇരിക്കുന്നത് മുഴുക്കെ CPM-കാരാണെന്ന്. അങ്ങനെയല്ലേ പറയുക? കാഴ്ചയിൽ പറയാൻ നോക്കൂല. ഞാൻ ഒരു കാര്യം കൂടെ പോട്ടെ, ഞാൻ പറയുന്നത് ഈ സ്പെസിഫൈ ചെയ്ത സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ കാർട്ടൂണിന്റെ അടിസ്ഥാനത്തിലാണ്. TP മുസ്തഫയെ ആ പേരിന്റെ പ്രത്യേകത വെച്ച് ജെയ്ഷെ മുഹമ്മദുമായി കമ്പയർ ചെയ്യുകയും മഹാനായ മാർസിനെ ഈ മസൂദ് അസദുമായിട്ടൊക്കെ കൾമിനേറ്റ് ചെയ്യുക എന്നത് എങ്ങനെയാണ് ആ കാർട്ടൂൺ നീതീകരിക്കപ്പെടുന്നത്? ഇല്ല, ഏത് മനസ്സിൽ നിന്ന് എപ്പോഴതുണ്ടായി? അല്ല, അതിനെ ഞാൻ നീതീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ എനിക്ക് യാതൊരു സാധ്യതയുമില്ല. ശ്രീ കെ വി കുഞ്ഞിരാമൻ അതായത് നമ്മൾ T സിദ്ദിഖുമായി സംസാരിച്ചു, T സിദ്ദിഖിനോട് മറിച്ചും തിരിച്ചും ആരാഞ്ഞു. പക്ഷേ ഈ നടന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനന് നേരെ അടക്കം നടന്നതിനെ കുറിച്ച്, K മുരളീധരനും K സുധാകരനും ബലരാമനും ഒക്കെ നടത്തിയതിനെ കുറിച്ച്, ഇന്ന് വ്യാപകമായി തൃശ്ശൂരിലും കാസർഗോഡും ഒക്കെ നടത്തിയതിനെ കുറിച്ച്, ഈ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്നത് അടക്കം പറഞ്ഞതിനെ കുറിച്ച് ഒക്കെ ചോദിച്ചിട്ടും ഈ ആക്രമണങ്ങളെ ഒന്നും തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല, T സിദ്ദിഖും തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വേണം രാഷ്ട്രീയ പക്വത രൂപപ്പെടുത്താൻ. അങ്ങനെയെങ്കിൽ ശ്രീ കെ വി കുഞ്ഞിരാമൻ, സിദ്ദിഖും അതുപോലെ തന്നെ മുരളിയും ഉൾപ്പെടെയുള്ള ആളുകൾ സവർക്കറുടെ പ്രതിക്രിയാവാദം ഏറ്റെടുത്ത് കൊലക്ക് കൊല എന്ന നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ നേതാവ് ശ്രീ K സുധാകരൻ അത് കല്യൂട്ട് തന്നെ പരസ്യമായി പ്രസംഗിച്ചു. കൊല്ലാനറിയാവുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, പക്ഷെ അവരെ ഇപ്പോൾ ഞങ്ങൾ രംഗത്തിറക്കുന്നില്ല, ഇതിന് ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കും എന്ന സുധാകരന്റെ പ്രസംഗം പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ അപലപിക്കാനോ CPIM-ന്റെ പ്രവർത്തകർക്കെതിരായി നടന്നിട്ടുള്ള കടന്നാക്രമണങ്ങളെ അപലപിക്കാനോ തയ്യാറാകാത്തത് ഒരു തെരഞ്ഞെടുപ്പ് ആയുധം എന്നുള്ള നിലയിൽ ഇത് ലൈവായി നിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനാണ്. ഇപ്പൊ MP പോയതിനെ സംബന്ധിച്ച് സിദ്ദിഖ് ആക്ഷേപിച്ചല്ലോ. MP യുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ജില്ലയിലെ പാർട്ടി നേതൃത്വം ഉണ്ടായിരുന്നു,
വളരെ കൃത്യമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിവും സമ്മതവും വാങ്ങി നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങളൊരു 10 പേര് മാത്രമാണ് സംഭവ സ്ഥലം സന്ദർശിച്ചത്. എന്നാൽ അവിടെ വളരെ ആസൂത്രിതമായി ഞങ്ങളുടെ വഴി തടയാനും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനും തെറി വിളിക്കാനുമൊക്കെ ഒരു സെറ്റിനെ കോൺഗ്രസ് ചുമതലപ്പെടുത്തി നിർത്തിയിരുന്നു. ആ സെറ്റ് മുഴുവൻ ഈ 500ഓളം വരുന്ന പ്രതികളിൽപ്പെട്ട ആളുകളാണ്. 10-25 പേര്. 24 കേസുകളിലെ 500ഓളം വരുന്ന പ്രതികളിൽപ്പെട്ട 10-24 പേരാണ് കല്യോട്ട് കോൺഗ്രസുകാർ ഒരുക്കി നിർത്തിയിട്ട് MP-യും MLA-മാരും ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തിയത്. ഇവിടെ കഴിഞ്ഞ ദിവസം 22-ാം തീയതി സിദ്ദിഖ് അടക്കം മുഖ്യമന്ത്രിയെ ഒന്ന് കൊട്ടാൻ ഒരു വർത്താനം പറഞ്ഞല്ലോ. കോഴിക്കോട് 1000 ദിന പരിപാടിയിൽ ആളുണ്ടായിരുന്നില്ല എന്ന്. 17-ാം തീയതി ഈ സംഭവം നടന്നതിന് ശേഷം 22-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ വന്നല്ലോ മുഖ്യമന്ത്രി. കാസർഗോഡ് നടന്നിട്ടുള്ള CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തറക്കല്ലിടൽ ചടങ്ങ് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ KSTP റോഡ് ഉൾപ്പെടെ നടന്ന 20ഓളം ഉദ്ഘാടനങ്ങൾ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ്. ഈ 2 ചെറുപ്പക്കാർ മരിച്ച കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ അതൊരു തരംഗമായി മാറിയെങ്കിൽ കോഴിക്കോട് ആള് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു കൊതിക്കറിവ് എന്നല്ലാതെ സിദ്ദിഖിനെ കുറിച്ച് വേറെന്താ പറയാൻ വേണ്ടി സാധിക്കും? ശ്രീ ജേക്കബ് ജോർജ്, ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ, അതായത് എങ്ങനെയാകണം ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ പക്വത കൈവരിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അനുവർത്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോൾ വ്യാപകമായ അക്രമം നടത്തുന്ന കോൺഗ്രസ്? അല്ല, നമുക്ക് കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. എല്ലാ പാർട്ടികളും, ഈ പാർട്ടികളിലെ അണികളുണ്ടല്ലോ, ഈ സാധാരണ ഈ KSU, SFI, ABVP തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളിലൂടെയാണ്. അതാണ് ഗേറ്റ് വേ ടു എ പാർട്ടി. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്, വിദ്യാർത്ഥി സംഘടനകളുടെ കൂടെ. അവരെങ്ങനെ അക്രമികളാകുന്നു? അവരെങ്ങനെ കൊലപാതകികളാകുന്നു? നമ്മുടെ സമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതിനകത്ത് പ്രധാന പ്രശ്നം, ഈ കൊല്ലുന്നവനും കുഴപ്പം തന്നെയാ. ഈ കൊല്ലുന്നവന്റെ കുടുംബത്തെ നോക്കിക്കേ. ഈ പീതാംബരന്റെ കുടുംബത്തെ നമ്മൾ കണ്ടല്ലോ ടെലിവിഷൻ ചാനലിലെ. അവര് കൊല ചെയ്യപ്പെട്ട ഒരാളിന്റെ വീട്ടിലെ പോലെ ആൾക്കാരുടെ കൂട്ടാണ്. അവരുടെ ജീവിതം കട്ടപ്പകയായില്ലേ? ഈ പീതാംബരനോ പോലീസ് വാസമാണ്. ഈ എത്ര കാലം ഈ പോലീസ് വിലങ്ങും വെച്ച് നടക്കേണ്ടി വരും? അയാളുടെ മുഖംപൊത്തി സമൂഹത്തിന്റെ മുമ്പിൽ അയാൾ ഇല്ലാതായില്ലേ? അയാളുടെ കുടുംബം അനാഥമായതുപോലെ ആയില്ലേ? തീർച്ചയായിട്ടും കൊല്ലുന്നവരും ചാകുന്നവരും അവരുടെ കുടുംബങ്ങളും ഇതാണ് പഠിക്കേണ്ടത്. അവരുടെ അമ്മമാർ ഇതാണ് പഠിക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കേണ്ടത്. കൊല്ലാൻ വേണ്ടിയല്ല നീ പുറത്ത് പോകേണ്ടത് എന്ന് പഠിപ്പിക്കണം. ഇത് കൂടുതലും ചെറുപ്പക്കാരാണ്. അവരുടെയൊക്കെ ഭാവി നോക്കി. വേറൊരു കാര്യമുണ്ട്, അഭിമന്യു വധം. എവിടെ അവരെ പ്രതികളൊക്കെ എവിടെ? എല്ലാം കൊച്ചുകുട്ടി, എല്ലാം ചെറുപ്പക്കാരാണ്. എന്ത് ഭീകരമാണ്. കേരളത്തെ പോലെ ഇങ്ങനെ ഒരു പൊതു സ്വഭാവത്തിൽ സംസാരിച്ചു എഴുതി എന്നതാണ് KR മീരയ്ക്കെതിരെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ 4-3 PG ഉള്ള MLA ആണ് KR മീരയ്ക്കെതിരെ അസഭ്യ വർഷത്തിന്റെ ഒരു MLA ആണെങ്കിലും പക്വത എന്ന് പറയുന്ന ഒരു സംഭവം വേണമല്ലോ. അതില്ലാത്ത AKG ചീത്ത വിളിച്ചില്ലേ? ശ്രീ ബാസുരേന്ദ്ര ബാബു, അതിനകത്ത് എനിക്ക് ജേക്കബ് ജോർജ് കഴിഞ്ഞ ദിവസം ചർച്ചയിലെടുത്ത് ജേക്കബ് ജോർജ് പറയുന്നുണ്ടായിരുന്നു, പാർട്ടി പറഞ്ഞാൽ ഞാൻ കൊല്ലും. പാർട്ടി പറഞ്ഞാൽ ഞാൻ കൊല്ലും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാർട്ടി പറഞ്ഞാൽ കൊല്ലേണ്ട കാര്യം എന്താ? ഒരാളെ കൊല്ലണമോ വേണ്ടയോ എന്ന് വേറൊരാൾ തീരുമാനിക്കണമല്ലോ. അപ്പൊ ആ കാലമൊക്കെ ഈ പാർട്ടി ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ട, അതിന്റെ ധർമ്മം ജനാധിപത്യ സംസ്ഥാപനമാണ്. ആ ധർമ്മത്തിൽ പാർട്ടികൾ മാറിക്കൂടാ. ഒന്ന്. മറ്റൊന്ന്, ഉത്തരവാദിത്വം വ്യക്തികൾ എടുത്തേ പറ്റൂ ഇക്കാര്യത്തിന്. ശ്രീ KV കുഞ്ഞിരാമൻ, അതായത് അരാഷ്ട്രീയതയിലേക്ക് പോലും നീങ്ങിപ്പോകാവുന്ന തരത്തിൽ സമൂഹത്തെ ആ അർത്ഥത്തിൽ രൂപപ്പെടുത്തും ഇങ്ങനെയുള്ള കൊലപാതക രാഷ്ട്രീയം. അത് തിരിച്ചറിഞ്ഞ് വളരെ ക്രിയാത്മകവും ഉത്തരവാദിത്തപ്പെട്ട നിലപാട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ വ്യാപകമായി ഇങ്ങനെ ഒരു ആക്രമണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും തുടരും എന്ന സന്ദേശമുണ്ടായപ്പോൾ എന്ത് രാഷ്ട്രീയമായ ജാഗ്രതയാണ് നിങ്ങൾ പുലർത്താൻ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ? പെട്ടെന്ന്. ഞങ്ങൾ ഒരിക്കലും ഈ അക്രമത്തെ ന്യായീകരിക്കാനോ അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും അതുപോലെ പ്രതികരിക്കാനോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പുതിയ തലമുറയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ്. വാൾത്തലപ്പ് കൊണ്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ചരിത്രമില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പൊതുസമൂഹത്തോടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോടും പറയുന്നത്, ഈ പറയുന്ന നിലയിൽ കൊലപാതകത്തിന്റെയോ സംഘർഷത്തിന്റെയോ രാഷ്ട്രീയ വഴിയിലൂടെയല്ല. തീർച്ചയായും പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് KV കുഞ്ഞിരാമൻ പറഞ്ഞത് തന്നെയാണ് പൊതുജന താല്പര്യാർത്ഥം ഈ ചർച്ചയ്ക്കും പൊതുവായി പറയാനുള്ളത്.